നമ്മുടെ സമൂഹത്തിനും നമുക്കും ഒരുപാട് പ്രശ്നങ്ങൾ വന്നു പോയിട്ടുണ്ടല്ലേ. കോവിഡ് വന്നു, അതുപോലെ പ്രളയം വന്നു. അതിൽ നിന്നൊക്കെ തരണം ചെയ്താണ് നമ്മളിപ്പോൾ ജീവിക്കുന്നത്. അപ്പോൾ നമ്മുടെ ഒരു ഇമ്മ്യൂണിറ്റി എന്ന് പറയുന്നത് കൂട്ടാൻ വേണ്ടിയിട്ട് പലതും നമ്മൾ ചെയ്യുന്നുണ്ട്, പല കാര്യങ്ങൾക്കും പോകുന്നുണ്ട്. പക്ഷെ എന്നിരുന്നാലും ഇപ്പോൾ കുറേ കാലമായിട്ട് എല്ലാവർക്കും പനി വരുന്നു, ചുമ വരുന്നു, വന്നിട്ട് മാറുന്നില്ല. ഇങ്ങനെയുള്ള പ്രശ്നങ്ങളാണ് ഇടയ്ക്കിടയ്ക്കിടയ്ക്ക് വന്നു പോകുന്നുണ്ട്. അപ്പോൾ ഇമ്മ്യൂണിറ്റി ബൂസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് എന്തൊക്കെ ചെയ്യാം എന്നാണ് ഇന്ന് സംസാരിക്കുന്നത്. നമ്മളോടൊപ്പം ഉള്ളത് ഡോക്ടർ തൃഷ്ണ, സമത്വം ഇൻ്റഗ്രേറ്റഡ് മെഡിസിൻ. വെൽക്കം ടു ദ ഷോ. താങ്ക് യു അനിഷ. ഡോക്ടർ, ഈ ഒരു ഇമ്മ്യൂണിറ്റി ഞാനിപ്പോൾ പറഞ്ഞതുപോലെ തന്നെ ഇടയ്ക്കിടയ്ക്ക് ചുമ, പനി, ജലദോഷം, വയ്യായിക, ഒരു ക്ഷീണം, ഇതൊക്കെ തന്നെയാണ് മെയിൻലി ഇപ്പോൾ ഉള്ള ഇവിടെ വർക്ക് ചെയ്യുന്ന എന്നാലും വീട്ടിൽ വെറുതെ ഇരിക്കുന്ന ആളുകൾക്ക് ഇത് തന്നെയാണ് പ്രശ്നം. എന്തുകൊണ്ടായിരിക്കും? ഒരു ഇമ്മ്യൂണിറ്റി കുറവ് കൊണ്ട് തന്നെയല്ലേ വരുന്നത്? പ്രത്യേകിച്ച് കോവിഡ് വന്നതിന് ശേഷം നമ്മുടെ പ്രതിരോധത്തിൽ തന്നെ ഒരുപാട് മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. നമ്മുടെ പ്രതിരോധ കോശങ്ങൾ, അതിൻ്റെ മെമ്മറി, അതിൻ്റെ റിയാക്ഷൻ, ഇതെല്ലാം ഒരുപാട് മാറിയിട്ടുണ്ട്. ശരിക്കും പറഞ്ഞാൽ നമുക്കൊരു പ്രൊട്ടക്റ്റീവ് മെക്കാനിസം ആണ് നമ്മുടെ ഇമ്മ്യൂൺ സിസ്റ്റം എന്ന് പറയുന്നത്. നമ്മൾ WBC ആയിക്കോട്ടെ. പക്ഷെ പലപ്പോഴും ഇപ്പം നമ്മൾ കണ്ടുവരുന്നതെന്ന് വെച്ചാൽ ആ പ്രതിരോധത്തിന് ശരിക്കും പ്രതിരോധിക്കാൻ പറ്റുന്നില്ല, അല്ലേ? അതുകൊണ്ടാണ് റിക്കറൻ്റ് ആയിട്ട് ഇൻഫെക്ഷൻസ് വരുന്നത്. അപ്പം പ്രത്യേകിച്ചും കുട്ടികൾ, അല്ലേ, അവർ ഒരു ഇൻഫെക്ഷൻ കൊണ്ട് തന്നാൽ നമുക്ക് പിന്നെ അതിൻ്റെ ഒരു കണ്ടിന്യൂഷനാണ്, അല്ലേ? അപ്പം ഈ കാലാവസ്ഥ മാറുന്ന സമയത്തും പലപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. നമ്മുടെ ഇമ്മ്യൂണിറ്റിനെ ബൂസ്റ്റ് ചെയ്ത് നമ്മൾ കീപ്പ് ചെയ്യണം. അപ്പോൾ അതിന് പ്രധാനപ്പെട്ട കുറച്ച് നാച്ചുറൽ കാര്യങ്ങൾ നമുക്ക് ചെയ്യാനായിട്ട് സാധിക്കും. ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ നമുക്ക് ഫുഡിൽ തന്നെ കുറച്ച് മാറ്റങ്ങൾ വരുത്തിയാൽ നമുക്ക് ഇമ്മ്യൂണിറ്റീനെ ഒന്ന് ബെറ്റർ ആക്കാൻ പറ്റും. അപ്പം നേരത്തെ ഒരു വീഡിയോയിൽ നമ്മൾ ഹിസ്റ്റമിൻ്റെ കാര്യം പറഞ്ഞിരുന്നല്ലോ, അല്ലേ? ഈ ഹിസ്റ്റമിൻ കൂടുതലൊക്കെ വരുന്നത് സാറിന് ഈ ക്ലൈമറ്റ് ചേഞ്ച് ആവുന്ന സമയത്തേക്ക് പെട്ടെന്നൊരു റിലീസും കാര്യങ്ങളൊക്കെ വരുന്നത്. അപ്പോൾ ആ ഒരു കാലാവസ്ഥ മാറുമ്പോഴത്തേക്ക് നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ഹിസ്റ്റമിൻ കുറവുള്ള ഭക്ഷണങ്ങൾ കുറച്ചൊന്ന് കഴിക്കാൻ ശ്രദ്ധിക്കുക. അപ്പോൾ അതിൽ നമ്മൾ അവോയ്ഡ് ചെയ്യേണ്ടത് മദ്യപാനം അവോയ്ഡ് ചെയ്യണം. മദ്യപാനം ഹൈ ഹിസ്റ്റമീനാണ്. പിന്നെ ഈ പറഞ്ഞ കണക്ക് തക്കാളി, വഴുതനങ്ങ, അങ്ങനത്തെ സാധനങ്ങളൊക്കെ അവോയ്ഡ് ചെയ്യുക. കഴിക്കാൻ പറ്റുന്ന വെച്ചാൽ ക്യാരറ്റ്, ബീൻസ്, അങ്ങനത്തെ എല്ലാം നമുക്ക് കഴിക്കാം. സാധാരണയായി കഴിക്കുന്ന എല്ലാം കഴിയും. ഇങ്ങനെ 2-3 ഐറ്റംസ് നമ്മൾ അവോയ്ഡ് ചെയ്താൽ മതി. പിന്നെ വേറൊരു കാര്യം നമ്മൾ ചെയ്യേണ്ടത് നമ്മുടെ ഗട്ട് ബാക്ടീരിയനെ ഹെൽത്തി ആയിട്ട് കീപ്പ് ചെയ്യണം. അപ്പം പല ആൾക്കാരും മഴ പെയ്യുമ്പോൾ എന്ത് ചെയ്യും? തൈര് കുടിക്കില്ല, മോര് കുടിക്കില്ല, നമുക്ക് കഫക്കെട്ട് വരും എന്നൊക്കെ പറയാറുണ്ട്. പക്ഷെ അതിൽ നമുക്ക് ആ സമയത്ത് നമുക്ക് തൈരോ മോരായിട്ടോ കഴിക്കാൻ പറ്റുന്നില്ലെങ്കിൽ പ്രോബയോട്ടിക്സ് നമുക്ക് സപ്ലിമെന്റ്സ് ആയിട്ട് എടുക്കാം, അല്ലെ? ഗുളിക പരുവത്തിൽ ഇപ്പോൾ അവൈലബിൾ ആണ്. ജസ്റ്റ് ഫോർ ദാറ്റ് പീരിയഡ് ഓഫ് ടൈം നമുക്കൊന്ന് പ്രതിരോധം ഇമ്പ്രൂവ് ചെയ്യാം. കാരണം അതിൽ ലാക്ടോബാസിലസ് ലാക്റ്റിക് ആസിഡ് ഉണ്ടാക്കുന്നത് നമ്മുടെ വൻകുടലിനകത്ത്. ഈ ലാക്റ്റിക് ആസിഡ് നമ്മുടെ പ്രതിരോധത്തിനെ ഇമ്പ്രൂവ് ചെയ്യാനായിട്ട് ഒരുപാട് കപ്പാസിറ്റി ഉണ്ട്. അതുകൊണ്ടാണ് അത് വളരെ പ്രസക്തമായിട്ട് വരുന്നത്. മൂന്നാമത്തെ കാര്യം ചെയ്യേണ്ടത്, നമ്മൾ ഈ പറഞ്ഞ കണക്ക് ആസിഡ് സെക്രീഷൻ കുറവുള്ളത് അത് കറക്റ്റ് ചെയ്യണം. കാരണം ആസിഡ് സെക്രീഷൻ ഉണ്ടെങ്കിൽ മാത്രമേ പ്രതിരോധിക്കാനും നമുക്ക് സാധിക്കത്തുള്ളൂ. അപ്പോൾ ആസിഡ് സെക്രീഷൻ കറക്റ്റ് ആണെന്ന് ഉറപ്പുവരുത്താം. അവിടെയാണ് നമ്മൾ ഈ എന്താ പറയുന്നത് കുറച്ചുകൂടെ ഹെൽത്തി ഫുഡ് ഹാബിറ്റ്സിലേക്ക് നമ്മൾ സ്വിച്ച് ചെയ്യേണ്ടത്. ഞാൻ ആപ്പിൾ സൈഡർ വിനീഗറിൻ്റെ കാര്യം പറഞ്ഞിരുന്നല്ലോ, അത് വളരെ ഒരു യൂസ്ഫുൾ മെത്തേഡാണ്. വേറെ നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം എന്താ വെച്ചാൽ നമ്മുടെ ഫുഡിൽ കഴിയുന്നത് നമ്മൾ ഫ്രഷ് ആയിട്ടുള്ള ഫുഡ് കഴിക്കുക. കാരണം തലേദിവസം എടുത്തു വെച്ച ഫുഡും ഹിസ്റ്റമിൻ റിലീസ് കൂട്ടും പലപ്പോഴും. അപ്പോൾ അതുകൊണ്ട് കഴിയുന്നത് നമ്മൾ ഫ്രഷ് ആയിട്ട് തന്നെ വെക്കുക. ഇനിയിപ്പം നമുക്ക് ഒട്ടും പറ്റുന്നില്ല, പ്രത്യേകിച്ച് വർക്ക് ചെയ്യുന്നവർക്കൊക്കെ അത് ഇത്തിരി ബുദ്ധിമുട്ടാണ്. അപ്പോൾ അങ്ങനെ വരുന്ന സമയത്ത് അത് ലോ ഹിസ്റ്റമിൻ ആയിട്ടുള്ള ഫുഡ്സ് ചൂസ് ചെയ്യുക. അപ്പോൾ നോൺ വെജ് അധികം ഉപയോഗിക്കാണ്ടിരിക്കുക. വെജിറ്റേറിയൻ സോസസ് തന്നെ നമ്മുടെ ലിസ്റ്റ് ഉണ്ട് ലോ ഹിസ്റ്റമിൻ ഫുഡ്സിൻ്റെ, അത് കൂടുതലും പ്രിപ്പയർ ചെയ്ത് വെക്കുക. പിന്നെ വേറൊരു കാര്യം നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇമ്മ്യൂണിറ്റി കൂട്ടുന്നതിന് നമ്മുടെ പലപ്പോഴും നമ്മുടെ സ്ട്രെസ്സ് ഒരു ഘടകമാണ്. നമുക്ക് തന്നെ അറിയാം, പെട്ടെന്ന് ടെൻഷൻ വന്നാൽ പെട്ടെന്ന് അസുഖം വരും, അല്ലേ? അപ്പോൾ സ്ട്രെസ്സിനെ നമ്മൾ മാനേജ് ചെയ്ത് വരിക. പ്രത്യേകിച്ച് നമ്മൾ ഈ കാലാവസ്ഥ മാറുന്ന സമയത്ത്, ഇപ്പോൾ കർക്കിടകം വരുമ്പോഴത്തേക്ക് എല്ലാവർക്കും അറിയാം, എല്ലാവർക്കും അസുഖം വരുന്ന ഒരു ടൈമാണ്. അപ്പോൾ ആ സമയത്ത് നമ്മുടെ ബോഡീനെ സ്ട്രെസ് ഫ്രീ ആയിട്ട് നിൽക്കാൻ കുറച്ച് ബ്രീതിങ് എക്സസൈസസ്, റിലാക്സേഷൻ ടെക്നിക്സ്, വെറുതെ ഒന്ന് പ്രകൃതിയിൽ ഇറങ്ങി നടന്നാലും മതി. അത്രയും ഒരു സ്ട്രെസ് റിലീസിങ്ങിന് നമ്മൾ ചെയ്യണം. ഇനി ഇതെല്ലാം കൂടി ചെയ്തിട്ട് അതിൻ്റെ കൂടെ നമ്മൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ചെയ്യേണ്ട വേറൊരു കാര്യമാണ് ഫാസ്റ്റിംഗ്. പലപ്പോഴും ആൾക്കാർ എന്തിനാണ് നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഫാസ്റ്റ് ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ, വൺ ഓഫ് ദ റീസൺ ഈസ് ഫാസ്റ്റിംഗ് ചെയ്യുമ്പം നമ്മുടെ ഈ സ്റ്റെം സെൽസ് ഉണ്ടല്ലോ, നമ്മുടെ സ്റ്റെം സെൽസ് എന്ന് പറഞ്ഞാൽ ആ സെല്ലിൽ നമുക്ക് വേറെ ഏത് സെല്ല് വേണമെങ്കിലും ആക്കാനുള്ള കഴിവുള്ളൊരു സെല്ലാണ്.
അപ്പം ഈ നമ്മുടെ ഫാസ്റ്റിംഗ് ചെയ്യുന്ന സമയത്ത് വേണ്ടാത്ത കോശങ്ങളെല്ലാം ശരീരം നശിപ്പിച്ചു കളയും. കാരണം ഇവിടെ ഡെഫിസിറ്റ് വന്ന സമയമാണല്ലോ. അപ്പോൾ ഓട്ടോഫേജി കിക്കിൻ ചെയ്തിട്ട് അനാവശ്യമായിട്ടുള്ള ഒരു ഡാമേജ് ആയിട്ടുള്ള കോശങ്ങൾ അല്ലെങ്കിൽ പ്രവർത്തനരഹിതമായ കോശങ്ങൾ അതിനെല്ലാം നീക്കം ചെയ്യും. അപ്പോൾ ആ നീക്കം ചെയ്യുന്ന പ്രോസസ്സിൽ നമുക്ക് കുറച്ചൊന്ന് ഇമ്മ്യൂണിറ്റി ലോ ആയേക്കാം. പക്ഷേ ഫാസ്റ്റിംഗ് കഴിയുന്ന ഉടനെ നമുക്കൊരു ഈ സ്റ്റെം സെൽസ് വീണ്ടും ആക്ടിവേറ്റഡ് ആയിട്ട് പുതിയ കോശങ്ങളെ ഉണ്ടാക്കും. അപ്പോൾ അത് ഭയങ്കര ഇഫക്റ്റീവായിട്ട് നമ്മൾ പ്രതിരോധിക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യും. അപ്പോൾ ഫാസ്റ്റിംഗ് ചെയ്യേണ്ട ഒരു രീതിയുണ്ട്. കാരണം പല ആൾക്കാരും ഫാസ്റ്റിംഗ് എന്ന് പറഞ്ഞിട്ട് അവർക്ക് തോന്നിയ ഒരു ഇന്റർനെറ്റിൽ സെർച്ച് ചെയ്തിട്ട് ഫാസ്റ്റ് ചെയ്യും. അത് ഭയങ്കര ഡേഞ്ചറസ് ആണ്. എന്താന്ന് പറയട്ടെ, ഇത് ഫാസ്റ്റിംഗ് ആസിഡിറ്റി ഉള്ളവർക്ക് ചെയ്യേണ്ട ഒരു രീതിയുണ്ട്. ഫാസ്റ്റിംഗ് ഡയബറ്റിക് ആയിട്ടുള്ളവർക്ക് ചെയ്യേണ്ട ഒരു രീതിയുണ്ട്. അല്ലെങ്കിൽ ബ്ലഡ് ഷുഗർ ലെവൽസ് കുറയും. അപ്പോൾ കറക്റ്റ് ആയിട്ടൊരു തെറപ്യൂട്ടിക് ഫാസ്റ്റിംഗ് ആണ് നമ്മൾ പറയുന്നത്, നോക്കേണ്ടത്. പിന്നെ നമ്മുടെ റിലീജിയസ് ഫാസ്റ്റിംഗ് ഉണ്ടല്ലോ, ഇപ്പൊ നമുക്ക് അമ്പലത്തിന്റെ അല്ലെങ്കിൽ പള്ളിയുടെ അങ്ങനത്തെ ഒരു രീതി ഉണ്ടല്ലോ, അത് ആ ഒരു ടെക്നിക്ക്, അതിനും ഒരു സ്ട്രക്ചർ ഉണ്ട് അല്ലെ. ഇന്നത് കഴിക്കണം, ഇന്നത് ഒഴിവാക്കണം എന്നൊക്കെ ഉണ്ട്. അപ്പൊ ആ ഒരു സ്ട്രക്ചർ ഫോളോ ചെയ്യേണ്ടത് വളരെ അത്യാവശ്യമാണ്. ഇനി നമുക്ക് ഈ ഒരു സ്റ്റെം സെൽസിനെ കിക്കിൻ ചെയ്യണമെങ്കിൽ 48 മുതൽ 72 മണിക്കൂറെങ്കിലും ഫാസ്റ്റ് ചെയ്യണം. 24 മണിക്കൂറിന്റെ ഫാസ്റ്റിംഗ് കൊണ്ട് അത് നടക്കത്തില്ല. അപ്പം ഇടയ്ക്കിടയ്ക്ക് നമുക്കൊരു ഡീറ്റോക്സിന്റെ ഭാഗമായിട്ട് ആഴ്ച ഒരു ദിവസം 24 മണിക്കൂർ ഫാസ്റ്റ് ചെയ്യാം. പക്ഷേ നമുക്കൊരു തെറപ്യൂട്ടിക് ഇഫക്റ്റ് വരണമെങ്കിൽ ഒരു 3 ദിവസമെങ്കിലും നമ്മൾ മിനിമം ഫാസ്റ്റ് ചെയ്യണം. അതും വെറും വെള്ളം ഉപയോഗിച്ചൊന്നും അല്ല, അതിൻ്റെതായ ജ്യൂസസ് ഉണ്ട്, അല്ലെങ്കിൽ അങ്ങനെ ഒരു രീതിയിൽ വേണം നമ്മൾ ചെയ്യാൻ. അതൊരു ക്ലിനിക്കിൽ പോയി തന്നെ അല്ലേ ചെയ്യേണ്ടത്? തീർച്ചയായിട്ടും. അത് ഞാൻ എടുത്തു പറയാൻ കാരണം തരട്ടെ, എൻ്റെ ക്ലിനിക്കിൽ വരുന്ന പല പേഷ്യൻസ്, പ്രത്യേകിച്ച് ഓൺലൈൻ കൺസൾട്ടേഷൻ എടുക്കുന്ന പറഞ്ഞിട്ട് അവർ പറയും, ഡോക്ടർ ഫാസ്റ്റിംഗ് നാച്ചുറോപ്പത്തിയിൽ ഫാസ്റ്റിംഗ് ഉണ്ടല്ലോ നല്ലത്, പക്ഷെ എനിക്ക് ആ റിസ്ക് എടുക്കാൻ ബുദ്ധിമുട്ടാണ്. കാരണം അവർ കറക്റ്റായിട്ട് പ്രോട്ടോകോൾ ഫോളോ ചെയ്തില്ലെങ്കിൽ പ്രശ്നങ്ങളുണ്ടാവും. അപ്പം കറക്റ്റായിട്ട് ഡോക്ടർ എങ്ങനെയാണ് പ്രിസ്ക്രൈബ് ചെയ്യുന്നത് അതുപോലെ തന്നെ നമ്മൾ ചെയ്യണം. ഫാസ്റ്റിംഗ് ബ്രേക്ക് ചെയ്യുന്നത് ശ്രദ്ധിച്ച് ചെയ്യണം. ചില ആൾക്കാർക്ക് ഫാസ്റ്റിംഗ് ബ്രേക്ക് ചെയ്യുമ്പോൾ ഓടിപ്പോയി ഒരു പഴംപൊരിയൊക്കെ കഴിച്ചു കഴിഞ്ഞാൽ നല്ല പണി കിട്ടും. നമ്മൾ അതിൻ്റെതായ രീതിയിൽ സിമ്പിൾ ആയിട്ടുള്ള ഫ്രൂട്ട്സ് കഴിച്ച് അല്ലെങ്കിൽ റോ വെജിറ്റബിൾസ് കഴിച്ച് അങ്ങനെ തന്നെ നമ്മൾ പോവുള്ളൂ. അപ്പൊ അതിന്റെ ട്രീറ്റ്മെന്റ് പ്രോട്ടോകോൾ നമ്മൾ ഫോളോ ചെയ്യണം. ഫാസ്റ്റിംഗ് ഭയങ്കര ഇഫക്റ്റീവ്, ഇമ്മ്യൂണിറ്റി ഇമ്പ്രൂവ് ചെയ്യാനായിട്ട്. പിന്നെ നമ്മൾ ഏറ്റവും അണ്ടർ റേറ്റഡ് ആയിട്ടുള്ള ഒരു കാര്യം നമ്മുടെ ഉറക്കമാണ്. ഉറക്കം ഡെഫിനറ്റ്ലി നാച്ചുറൽ സ്ലീപ്പ് കിട്ടാൻ തന്നെ നമ്മൾ നോക്കുക. ഇനി ഉറക്ക കുറവുള്ളവർക്ക് ചെയ്യാൻ പറ്റുന്ന വെച്ചാൽ വൈകുന്നേരം ആകുമ്പോൾ ഒരു സന്ധ്യ ആകുമ്പോഴത്തേക്ക് ഒരു 7 മണിക്ക് ശേഷം നമ്മുടെ റൂമിലെ ലൈറ്റുകളൊക്കെ ഒന്ന് കുറയ്ക്കുക, ഡിം ആക്കുക. ഇപ്പൊ അങ്ങനത്തെ ലൈറ്റ്സ് തന്നെ കിട്ടുമല്ലോ നമുക്ക് അല്ലെ, ലൈറ്റിംഗ് അങ്ങനെ ചെയ്യാം. പിന്നെ ഒരു സോഫ്റ്റ് മ്യൂസിക് പ്ലേ ചെയ്യുക. അതേപോലെ നമ്മൾ ഹെവി ആയിട്ട് ഫുഡ് കഴിക്കാതിരിക്കുക, അനാവശ്യമായിട്ടുള്ള വീഡിയോസ് കാണാതിരിക്കുക. ഇങ്ങനെയൊക്കെ തന്നെ നമ്മുടെ മനസ്സിനെ ശാന്തമാക്കിയിട്ട് നമുക്ക് ഉറങ്ങാനായിട്ട് സാധിക്കും. എൻ്റെ ഇപ്പോൾ ഒരു ഫ്രണ്ട് ഉണ്ട്, പുള്ളിക്കാരിക്ക് ശരിക്കും പറഞ്ഞാൽ കഴിഞ്ഞ 2-3 മാസം മുമ്പ് തൈറോയിഡ് സർജറി കഴിഞ്ഞാൽ കുഴപ്പമൊന്നുമില്ലായിരുന്നു, പക്ഷേ ഉറങ്ങാൻ പറ്റുന്നില്ല. ഷീ സോ വറീഡ്. എല്ലാ ദിവസവും രാത്രി ഇപ്പം ഞങ്ങൾ രണ്ടുപേരും കൂടെ രാത്രി ഒരു 10 മിനിറ്റ്സിന് മെഡിറ്റേഷൻ ചെയ്യും. ഞങ്ങൾ ഫോണിൽ സംസാരിച്ചിട്ട് ഐ ഗിവ് ഇൻസ്ട്രക്ഷൻസ് ആൻഡ് ഷീ ഡസ് ഇറ്റ്. കാരണം വെച്ചാൽ ഉറങ്ങാൻ പറ്റിയില്ലെങ്കിൽ മനുഷ്യന്റെ അവസ്ഥ എന്താവും അല്ലേ. അപ്പം നമ്മൾ ശ്രദ്ധിക്കേണ്ട നാച്ചുറൽ ആയിട്ട് ഉറക്കം കിട്ടാനുള്ള എന്തൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റുമോ അതെല്ലാം നമ്മൾ ചെയ്യണം. അതിനൊരു കോംപ്രമൈസ് പാടില്ല. ഹെൽത്തിന് നമ്മൾ ഏറ്റവും കൂടുതൽ പ്രാധാന്യം നമ്മളെ തന്നെ സ്നേഹിക്കുക, അത്രേ ഉള്ളൂ. അതാണ് അണ്ടർലൈൻ സ്റ്റേറ്റ്മെന്റ്. അതെ, നമ്മൾ നമ്മളെ തന്നെ സ്നേഹിച്ചു കഴിഞ്ഞാൽ നമ്മുടെ പരമാവധി പ്രശ്നങ്ങളും തീരും. തീർച്ചയായിട്ടും അതിലൊരു കോംപ്രമൈസ് പാടില്ല. ഓക്കെ. അപ്പോൾ അങ്ങനെ തന്നെ ചെയ്യാം. ഇമ്മ്യൂണിറ്റി ബൂസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. ഒരിക്കലും മെഡിസിൻ എടുത്തിട്ടോ അല്ലെങ്കിൽ ഹോസ്പിറ്റലിൽ പോയിട്ടോ മാത്രമല്ല നമുക്ക് ഇമ്മ്യൂണിറ്റി കൂട്ടാൻ പറ്റുന്നത്. ഡോക്ടർ പറഞ്ഞ കാര്യങ്ങളെല്ലാം ഒന്ന് ശ്രദ്ധിക്കുക. ഇനി മറ്റൊരു കണ്ടന്റുമായിട്ട് വീണ്ടും എത്താം. താങ്ക് യു ഡോക്ടർ. താങ്ക് യു.